അല്ല, ഇതിനകത്ത് ഏറ്റവും പ്രധാന കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇപ്പൊ ഞാൻ തുറന്നു പറയുമ്പോഴാണ് ഞാനിങ്ങനെ പള്ളിയിലൊക്കെ പോകുന്ന ആളാണ്, പ്രാർത്ഥിക്കുന്ന ആളാണ്, ഈശ്വര വിശ്വാസിയാണെന്നൊക്കെ അറിയുന്നത് അല്ലേ? ഞാൻ അതുവരെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല അത്ര. എന്നാൽ ഇത് ആർക്കും അറിയാത്തതാണോ? എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം, എൻ്റെ ബന്ധുക്കൾക്കറിയാം, എൻ്റെ നാട്ടുകാർക്കറിയാം, ഈ ഈ എന്താണ് ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും, എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. ഞാൻ ഈശ്വര വിശ്വാസിയായ ഒരു മനുഷ്യനാണ്. ഈശ്വര വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഒരു ഒരു എന്താണ് ഒരു സ്വന്തം എൻ്റെതായ വീക്ഷണമുണ്ട്, എൻ്റെതായ കൃത്യമായ ധാരണകളുണ്ട്. വേദപാഠ ക്ലാസ്സിൽ പഠിപ്പിച്ചതെല്ലാം വിഴുങ്ങുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് എൻ്റെതായ ഇത്രയും കാലത്തെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പത്തെക്കുറിച്ച് പോലും എനിക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ഒരാളാണ്. പക്ഷെ ആ വിശ്വാസം എനിക്കിഷ്ടമാണ്. അതെനിക്ക് ഒരു എൻ്റെ ഡിസിഷൻസ് എടുക്കുമ്പോൾ, യുക്തിബോധത്തോടെ പല കാര്യങ്ങളെയും തീരുമാനിക്കുമ്പോൾ, എനിക്ക് വലിയ ആത്മസംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്കൊരു താങ്ങാണ്, എനിക്കൊരു ശക്തിയാണെങ്കിൽ അത് ഞാൻ വേറെ ആരെയും ഉപദ്രവിക്കുന്നില്ല അതിനകത്ത്. അതുകൊണ്ട് വേറെ ആർക്കും ഒരു ദോഷം ഉണ്ടാകുന്നില്ലല്ലോ. ഞാൻ ഏതെങ്കിലും ഒരു സാമൂഹ്യ ദ്രോഹപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഞാൻ നടത്താൻ ആഗ്രഹിക്കാത്ത ആളാണ്. സമൂഹത്തെ ഇന്നത്തെ ഒരു മുമ്പോട്ട് വന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്റ്റേറ്റ്മെന്റും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനവും നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്ന ആളല്ല. പുതിയ തലമുറയും വരാനിരിക്കുന്ന തലമുറകളുടെയും ഒരു ലോകത്ത് മനുഷ്യരാശി മുന്നോട്ട് തന്നെയാണ് സഞ്ചരിക്കുന്നതെന്നും പുരോഗതിയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നതെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നമുക്ക് പല പോരായ്മകളും കുഴപ്പങ്ങളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെല്ലാം മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും ശാസ്ത്രം കൊണ്ടും ടെക്നോളജി കൊണ്ടും മനുഷ്യന്റെ അധ്വാനം കൊണ്ടും പരിഹരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, അല്ലേ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചു എന്ന് പറയുന്നു. നശിപ്പിച്ച ആ പ്രകൃതിയെ നിങ്ങൾ ഒരു 100 വർഷം നിങ്ങൾ തൊടാതെ അങ്ങ് വെറുതെ ഇട്ടെ, അവൻ തിരിച്ചു പഴയപടിയാവില്ലേ? അത്രേ ഉള്ളു കാര്യം. ലോക ചരിത്രത്തിൽ 100 വർഷം വല്ല വലിയ കാര്യമല്ലോ. അല്ല, അത്രയും കാലം നമ്മൾ ഉണ്ടാവുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതാ പറഞ്ഞത്. അപ്പം നിങ്ങൾക്കൊന്നും നശിപ്പിക്കാനൊന്നും പറ്റില്ല ഇവിടെ. ഇപ്പം പ്ലാസ്റ്റിക്കിന്റെ മാലിന്യം പോലും ചിലപ്പോൾ ഒരു 1000 കൊല്ലം കഴിയുമ്പോൾ അതൊക്കെ ലയിച്ചു പോയേക്കാം, നമ്മൾ ഇനി ഇടാതിരുന്നാൽ. അപ്പൊ ഒരിക്കലും നശിക്കാത്തതായി ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. അപ്പൊ പഴയപട്ടിലേക്ക് പ്രപഞ്ചത്തെ പോലും തിരിച്ചു കൊണ്ടുവരാൻ മനുഷ്യനും ശാസ്ത്രത്തിനും ടെക്നോളജിക്കും പറ്റും, അല്ലെങ്കിൽ പ്രകൃതിക്ക് തന്നെ പറ്റും. പ്രകൃതി തന്നെ തിരിച്ചാക്കും, ഇല്ലേ? അല്ല, പക്ഷെ ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ പ്രകൃതിയെ രക്ഷിക്കാനല്ലോ, അതായത് നമുക്ക് ജീവിച്ചിരിക്കാൻ വേണ്ടി. അത് തന്നെയാണ് മനുഷ്യന്, മൃഗങ്ങൾക്ക്, ഈ പ്രപഞ്ചത്തിലുള്ള ജീവജാലങ്ങൾക്കൊക്കെ എങ്ങനെയാണോ ഇന്നലെ വരെ ജീവിച്ചത് അതുപോലെ തുടർന്നും ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. പക്ഷെ അവിടെയാണ് ശാസ്ത്രം കുറേയും കൂടെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞു.